അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശയിൽ അല്പം വ്യത്യാസം വരുത്തിയാൽ ആഗോള വിപണി കീഴ്മേൽ മറിയുമോ? കഴിഞ്ഞ 9 മാസമായി, അതായത് മിസ്റ്റർ ട്രംപ് US പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്ത നാൾ മുതൽ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് അമേരിക്കൻ ഇക്കോണമി തൊഴിലില്ലായ്മ ഉണ്ട്, തൊഴിലില്ലായ്മ കുറച്ച് തൊഴിലുകൾ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വായ്പകൾ കൊടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ 4.25 മുതൽ 4.5% വരെയായിരുന്നു ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ സമയത്ത് 4.25 മുതൽ 4.5% വരെ ആയിരുന്നു. അത് 1% വെട്ടിക്കുറയ്ക്കണം. ഇതായിരുന്നു ട്രംപിന്റെ പിടിവാശി. പക്ഷെ ജെറോം പവൽ അതിനൊട്ടും തയ്യാറായില്ല. ജെറോം പവൽ അതിന് തടസ്സവാദം ഉന്നയിച്ചത് എന്തു പറഞ്ഞാണ്? ഇപ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ അമേരിക്ക ഒരു ഇൻഫ്ലേഷന്റെ പണപ്പെരുപ്പത്തിന്റെ പിടിയിലാണ്. ആ പണപ്പെരുപ്പം, അതായത് ഫെഡറൽ റിസർവ് വെട്ടിച്ചുരുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വായ്പകൾ സമസ്ത മേഖലകളിലേക്കും പോകും. അതിന്റെ ഫലമായി ഇപ്പോൾ നിലവിലിരിക്കുന്ന വിലക്കയറ്റം നിയന്ത്രണ വിധേയമല്ലാതെ ഉയരും. ഈ കാരണം കൊണ്ട്, ഇത് വളരെ വസ്തുനിഷ്ഠമായ കാരണമാണ് എന്നുള്ളത് കൊണ്ട് ജെറോം പവൽ, ആ മേഖലയിലെ എക്സ്പേർട്ടാണ് ജെറോം പവൽ, ഒരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. ഒരു എക്കണോമിക് എക്സ്പേർട്ട്, ഒരു ബാങ്ക് എക്സ്പേർട്ട് ആയിട്ടാണ്. അപ്പൊ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അവസാനം ഒരു കമ്മിറ്റിയെ തന്നെ, അവസാനം 9 മാസം കഴിഞ്ഞിട്ടും തന്റെ ആവർത്തിച്ചുള്ള ഈ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ നടപ്പാക്കുന്നില്ല. ജെറോം പവൽ അതിന് എതിരെ മുഖം തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ട്രംപ് അവസാനം അറ്റകൈ പ്രയോഗം നടത്തി ഒരു കമ്മിറ്റി തന്നെ ഫോം ചെയ്തു. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടവരും ഒക്കെ ചേർന്നുള്ള ഒരു കമ്മിറ്റി, അദ്ദേഹം പറയുന്നത് പോലെ അനുസരിക്കുന്നവരും ഒക്കെ ചേർന്നുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ കമ്മിറ്റിയാണ് ഇന്നലെ ഒരു തീരുമാനം എടുക്കുന്നത്. 4.25 to 4.50 നിൽക്കുന്ന, അതായത് 4.25 മുതൽ 4.5% വരെ നിൽക്കുന്ന ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4.25 മുതൽ 4 വരെ, അതായത് 0.25%, 0.25% കുറയ്ക്കുക. ആ തീരുമാനത്തിൽ ഇന്നലെ എത്തിച്ചേർന്നു ഫെഡറൽ റിസർവ് ബാങ്ക്. അങ്ങനെ എത്തിച്ചേർന്നതിന്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്തായിരുന്നു? ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡോളറിന്റെ മൂല്യം പെട്ടെന്ന് തൽക്കാലം താഴേക്ക് പോകും. അത് എത്ര ഇടിയും എന്നുള്ളതിനേക്കാൾ ഡോളറിന്റെ മൂല്യം ഇടിയും. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് എന്തായിരിക്കും? വിദഗ്ധരായ നിക്ഷേപകർ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം പെട്ടെന്ന് പിൻവലിക്കും. ഡോളറിന്റെ മൂല്യം കുറയുന്നതിന് മുൻപേ തന്നെ പിൻവലിക്കും. പിൻവലിച്ച് എന്ത് ചെയ്യും? അങ്ങ് 80,000 മുകളിൽ ഇരിക്കുന്ന സ്വർണത്തിൽ നിക്ഷേപിക്കും. അങ്ങനെ സ്വർണത്തിൽ നിക്ഷേപിച്ച് അവരെ ലാഭം കൊയ്തു. അങ്ങനെ സ്വർണത്തിൽ നിക്ഷേപിച്ച് ലാഭം കൊയ്തപ്പോഴേക്കും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്വർണത്തിലേക്ക് വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടിയപ്പോഴേക്കും, അതായത് സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപം വന്നപ്പോഴേക്കും സ്വർണത്തിന്റെ വില കുറച്ച്, അതായത് ഒരുപാട് നിക്ഷേപം വരുന്നു എന്ന് വന്നപ്പോൾ സ്വർണത്തിന്റെ വില ആ വിപണിയുടെ രീതി അനുസരിച്ച് തന്നെ സ്വല്പം പതുക്കെ താഴേക്ക് പോകാൻ തുടങ്ങി. അതായത് സ്വർണത്തിന്റെ ഡിമാൻഡ് ഒത്തിരി കൂടിയാൽ പെട്ടെന്ന് എവിടുന്ന സ്വർണം ഉൽപാദനം കൂട്ടാൻ പറ്റില്ല. അപ്പൊ നാച്ചുറലി അങ്ങനെ സംഭവിച്ചു. അത് മാത്രവുമല്ല, സ്വർണത്തിന്റെ ഡിമാൻഡ് മാത്രമല്ല കൂടിയത്, ഓഹരി വിപണിയും കുതിച്ചു പൊങ്ങാൻ തുടങ്ങി. ഓഹരി വിപണി കുതിച്ചു പൊങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കുമാണ് ആദ്യം ഡൗ ജോൺസ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആണ്, 410 പോയിന്റ്, അതായത് +0.9% വില കുതിച്ചു. പെട്ടെന്ന് തന്നെ അത് വീണ്ടും താഴേക്ക് വന്നു. അതുപോലെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ 500, അത് മറ്റൊരു ഓഹരി സൂചികയാണ്, അത് 0.1% ഉയർന്നു. അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ 0.5% താണു. അതുപോലെ നാസ്ഡക് 0.3% നിന്ന് 0.9% താണു. അപ്പൊ 3 പ്രധാനപ്പെട്ട ഓഹരി വിപണികൾ അമേരിക്കയുടെ, ഈ 3 വിപണിയിലും ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ഉണ്ടായി. 3ലും ഒരു പെട്ടെന്നൊരു കയറ്റം ഉണ്ടായി. അതുപോലെ തന്നെ താഴേക്ക് വരികയും ചെയ്തു.
അതെന്താണ് പെട്ടെന്ന് മുകളിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നത്? കാരണം ജെറോം പവൽ നടത്തിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ജെറോം പവൽ എന്ത് സ്റ്റേറ്റ്മെന്റാണ് നടത്തിയത്? ഇത് 0.25 to 4% ഇത് മാറ്റിയിരിക്കുന്നത്. അതിൽ കൂടുതൽ ഇപ്പോ മാറ്റുന്നില്ല. പക്ഷേ വരും കാലങ്ങളിൽ, അതായത് ഈ വർഷം തന്നെ ഡിസംബറിന് ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ, ഡിസംബറിന് മുൻപ് തന്നെ 2 തവണ കൂടി ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ, അതായത് 0.25% പോലെയുള്ള മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് 0.25 മാത്രം വരുത്തിയതിന്റെ കാരണം ഇപ്പോൾ നിലവിലിരിക്കുന്ന ഇൻഫ്ലേഷൻ വലിയ ഇൻഫ്ലേഷൻ ആയിട്ട് മാറരുത്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ ചെറിയ തോതിൽ മാത്രം ഈ പലിശ കുറച്ചത്. പക്ഷെ ഭാവിയിൽ പലിശ കൂടുതൽ കുറയ്ക്കും എന്ന് പറഞ്ഞു. ട്രംപ് എന്താ വിചാരിച്ചത്? പലിശ കുറയ്ക്കുമ്പോഴത്തേക്കും ഭവന വായ്പ മുതൽ എല്ലാം വളരെയധികം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോഴത്തേക്കും തൊഴിലില്ലായ്മ മാറും, ഇക്കോണമിയിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു സിറ്റുവേഷൻ, ഒരു വളർച്ചയുടെ സിറ്റുവേഷൻ ഉണ്ടാകും എന്നൊക്കെയാണ് ധരിച്ചത്. പക്ഷെ ജെറോം പവൽ അതിന്റെ നേരെ വിപരീതമായിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള തീരുമാനമാണ് എടുത്തത്. അപ്പൊ ഡോളർ 0.25 കുറച്ചുള്ളൂ എന്ന് ഓർക്കണം അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ തന്നെ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട 46 കറൻസികളുമായിട്ട് US ഡോളറിന്റെ മൂല്യം താഴ്ന്നു. അതുകൊണ്ടാണ് US ഡോളറിൽ നിന്ന് പെട്ടെന്ന് സ്വർണത്തിലേക്ക് അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഉണ്ടാകുന്നത്. അതായത് US ഡോളറിൽ എല്ലാവരും നിക്ഷേപിക്കും. എപ്പോഴാണ് നിക്ഷേപിക്കുന്നത്? US ഡോളറാണ് നമ്പർ 1 എന്ന രീതിയിൽ മൂല്യസ്ഥിരതയോടെ നിൽക്കുമ്പോൾ. പക്ഷെ അതിന്റെ ഒരു 0.25% മാത്രമേ കുറച്ചിരുന്നുള്ളെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു ജെറോം പവൽ. എന്താണത്? ഈ വർഷം തന്നെ 2 പ്രാവശ്യം കൂടി ഇങ്ങനെ ചെറിയ തോതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വഴിയായിട്ട് ഇടപെടും. അത് കേട്ടപ്പോഴാണ് അതുപോലെ അവരുടെ ട്രഷറി കടപ്പത്രങ്ങളിൽ ഇട്ടിരുന്ന ഇൻവെസ്റ്റ്മെന്റ്സും ഒരുപാട് വലിച്ചു. അതും വന്നു സ്വർണത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലേക്ക് പോയി. ഈ തരത്തില് ഡോളർ തളരുന്ന ഒരവസ്ഥയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മാറ്റം, അതായത് 0.25% കുറവ് ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരുത്തിയപ്പോൾ അവിടെ തന്നെ, അതായത് ഒരു കോളിളക്കം, ഒരു വലിയ മാറ്റം. ഓഹരി സൂചികകൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 ഓഹരി വിപണിയിലും വലിയ മാറ്റങ്ങൾ. ആദ്യം ഒന്ന് പൊങ്ങി, അതിനുശേഷം അതിനേക്കാൾ വേഗത്തിൽ തിരിച്ച് താഴേക്ക് പോന്നു. അങ്ങനെയുള്ള മാറ്റം. സ്വർണത്തിന്റെ വിലയിൽ ആദ്യം പെട്ടെന്ന് ഡിമാൻഡ് ഒത്തിരി കൂടി. പക്ഷെ അതുപോലെ തന്നെ സ്വർണത്തിന്റെയും ഡിമാൻഡിൽ കുറവ് അനുഭവപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അത് ലോക വിപണിയിൽ, ആഗോള വിപണിയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയുന്നു. പിന്നെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് വെച്ചാൽ ഓഹരി വിപണിയിലും നമ്മൾ കണ്ടു അവിടെയുള്ള വ്യതിയാനം. അതായത് നാസ്ഡക്കും സ്റ്റാൻഡേർഡ് ആൻഡ് പൂവറും ഒക്കെ പെട്ടെന്ന് പൊങ്ങി, അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ താഴേക്ക് പോയി എന്ന് പറയുമ്പോൾ ഓഹരി വിപണിയിലും ഇൻവെസ്റ്റ് ചെയ്താൽ ശരിയാവില്ല. അതുപോലെ തന്നെ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്താലും ശരിയാവില്ല. സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്വർണം 84,000 അവിടെ എത്തി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി സ്വർണത്തിന് കൂടുതൽ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഇല്ല എന്ന് നിക്ഷേപകർ മനസ്സിലാക്കുന്നു. അപ്പോൾ നിക്ഷേപകർ എന്ത് ചെയ്യും? അപ്പോൾ നിക്ഷേപകർ മറ്റു രാജ്യങ്ങളിലേക്ക്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നിക്ഷേപ സാധ്യത തേടി പോകും. അങ്ങനെയാണ് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ്, വ്യാപാര ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കും, അതുപോലെ മറ്റ് രാജ്യങ്ങളുമായിട്ടും. അപ്പോൾ ഈ ഫെഡിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് അല്പം മാറ്റമേ വരുത്തിയുള്ളെങ്കിൽ പോലും ആ മാറ്റം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായകരമാകും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, നമുക്ക് മറ്റു രാജ്യങ്ങളുടെ കാര്യം വിടാം. ഇന്ത്യയെ സംബന്ധിച്ച് അവിടെ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.25% കുറച്ചു എന്നതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു വഴക്കമുണ്ട്, അവിടെ കുറച്ചാൽ ഇവിടെയും കുറയ്ക്കുമെന്നുള്ളത്. പക്ഷെ ഈ ഒക്ടോബറിൽ വീണ്ടും മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടുമ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൂടാ എന്നില്ല. കാരണം അത് എന്തെങ്കിലും മാറ്റം എന്ന് വെച്ചാൽ താഴോട്ട് ഒരു ചെറിയ 0.25% മറ്റോ കുറയ്ക്കല്. കാരണം ഇപ്പോ ഓൾ ഇന്ത്യ തലത്തില് വില നിലവാരം 2.07% ആണ്. ഉപഭോക്തൃ വില ഓൾ ഇന്ത്യ തലത്തിൽ 2.07% ആണ്. അതേസമയത്ത് കേരളത്തിൽ അത്
9.09% ആണ് ഉപഭോക്തൃ വില. കേരളത്തിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തും 3.8 ഉള്ളൂ ഉപഭോക്തൃ വില. അപ്പൊ കേരളം മാത്രമാണ് വളരെ എന്താ പറയുക അപകടകരമായ രീതിയിൽ ഈ 9% മുകളിൽ വിലക്കയറ്റവുമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം. മറ്റ് ഓൾ ഇന്ത്യ തലത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സംസ്ഥാന തലങ്ങളിലുമൊക്കെ വിലക്കയറ്റം താഴ്ന്നു നിൽക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരു പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തിരി കുറയ്ക്കാം. കാരണം ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഇല്ല ഇപ്പൊ രാജ്യത്ത്. അങ്ങനെ എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി വിചാരിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റീപ്പോ റേറ്റ് 0.25% കുറയ്ക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അതിന്റെ ഫലമായിട്ട് ബാങ്കിന്റെ വായ്പാ ലെവലുകളിലൊക്കെ റേറ്റുകളിലൊക്കെ അതിനനുസരിച്ചുള്ള കുറവുണ്ടാകും. അപ്പോ കൂടുതൽ വായ്പകൾ എല്ലാ മേഖലകളിലും കൺസ്ട്രക്ഷൻ മേഖലയിലാവട്ടെ, ഹൗസ് കൺസ്ട്രക്ഷൻ മേഖലയിലാകട്ടെ, മറ്റ് MSME മേഖലകളിലാകട്ടെ, കാർഷിക എല്ലാ മേഖലകളിലേക്കും കൂടുതൽ വായ്പകൾ കൊടുക്കപ്പെടും. അങ്ങനെയാകുമ്പോൾ കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും, കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഈ ഉള്ള ഒരു സാധ്യത ഇന്ത്യയിൽ നമുക്ക് ലെറ്റസ് വെയിറ്റ് ആൻഡ് സി. അതായത് ഒക്ടോബർ ആദ്യമായിരിക്കും മോണിറ്ററി പോളിസി കമ്മിറ്റി, മിക്കവാറും മോണിറ്ററി പോളിസി കമ്മിറ്റി ആ തലത്തിലേക്ക് ചിന്തിക്കാൻ, അതായത് ഇവിടുത്തെ ജനറൽ പ്രൈസ് റൈസ് ഉപഭോക്തൃ വില നിലവാരം 2% ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറവ് വരുത്താൻ, റീപ്പോ റേറ്റിൽ കുറവ് വരുത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ട്രേഡ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചതും നമ്മുടെ ട്രേഡ് ചർച്ചയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ട്രംപിന് അറിയാം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അറ്റുപോകുന്നതായിരിക്കരുത്. അതായത് നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എല്ലാ കാലത്തും ഇന്ത്യയോട് വളരെ ചേർന്ന് നിന്ന് വളരെയധികം വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ, അത് കാരണം കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ് അമേരിക്ക. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക. എന്നിട്ട് പോലും ഇന്ത്യ എന്തുകൊണ്ട് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചില്ല എന്നുള്ളതായിരുന്നു ട്രംപ് വാളെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷെ അതിന്റെ റീസൺ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു കാണും നമ്മുടെ ഡിപ്ലോമാറ്റ്സ്. അതായത് ഇന്ത്യ 48% ഇന്ത്യക്കാര് കൃഷിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെ ജീവനോപാധി ഉപജീവന മാർഗമാണ് കൃഷി. 48% എന്ന് പറയുന്നത് ചെറിയൊരു പോപ്പുലേഷന്റെ അല്ല. 146,39,00,000 വരുന്ന ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യ. ആ ഒന്നാമത്തെ ജനസംഖ്യ രാഷ്ട്രത്തിന്റെ 48% കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ ജനരോഷം ഉണ്ടാക്കും, അത് ഇവിടുത്തെ കൃഷിയെ നശിപ്പിക്കും. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ, അതുപോലെ പാൽ ഉൽപാദനം, അവരുടെ ഡയറി പ്രോഡക്ട്സും ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇറക്കുമതി ചെയ്യണം എന്നാണ് ട്രംപിന്റെ ആഗ്രഹം. അത് ഇന്ത്യയില് ഈ കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ഡംപ് ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഡംപ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടുത്തെ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കുക. അങ്ങനെ ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കുകയായിരുന്നു ട്രംപിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനനുസരിച്ചല്ല ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്ന് വന്ന ഒരവസ്ഥയിലാണ് ട്രംപ് വലിയ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് 25% തീരുവ, അതിന്റെ 100% എന്താണ് പറയുക പീനൽ ടാരിഫ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതും 50% താരിഫിൽ ഇപ്പൊ എത്തി നിൽക്കുന്നതും. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ നിർത്തണം എന്നൊക്കെയുള്ള ഡിമാൻഡ് വെച്ചു. അതൊന്നും നടപ്പാക്കാവുന്ന ഡിമാൻഡ്സ് അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതേ സമയത്ത് ട്രംപുമായിട്ട് അനുകൂലമായിട്ട്, അതായത് ട്രംപുമായിട്ടുള്ള ചർച്ച കൂടുതൽ സൗഹൃദ പൂർണ്ണമാക്കാൻ വേണ്ടിയാണ് നമ്മൾ GST റീസ്ട്രക്ചറിങ് കൊണ്ടുവന്നത്. അങ്ങനെ റീസ്ട്രക്ചറിങ് കൊണ്ടുവന്നപ്പോൾ തന്നെ ട്രംപ് ചുമത്തിയ ആ 50% ചുങ്കത്തിന്റെ 10%, 28% നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെയൊക്കെ 18%ത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെന്റ് 10% ടാക്സ് സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്, കുറച്ചു കൊടുക്കുകയാണ് എക്സ്പോർട്ടേഴ്സിന്. പിന്നെ ഈ 18% നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ 5%ത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ
13% നികുതിയും ഏറ്റെടുക്കുകയാണ് ചെയ്തത്, വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പം ട്രംപിന്റെ ആ തീരുവയെ പോലും വഹിക്കത്തക്ക രീതിയിൽ, അതായത് നമ്മുടെ എക്സ്പോർട്ടേഴ്സിനെ എംപവർ ചെയ്യാനുള്ള ഒരു മാന്ത്രിക വടിയായിട്ടാണ് ആ GST റീസ്ട്രക്ചറിങ്ങിനെ നിർമ്മല സീതാരാമൻ കണ്ടത്. അപ്പൊ ആ തരത്തില് കൊണ്ടുവന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ട്രംപിന്റെ ഉപദേശകർ അതിന്റെ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അതുപോലെയുള്ള നല്ല ഡിപ്ലോമാറ്റിക് ചർച്ചകൾ, ട്രേഡ് വാർ നിർത്തലാക്കത്തക്ക രീതിയിലുള്ള നല്ല ഒരു തീരുമാനത്തിലേക്ക്, സൗഹൃദമായിട്ടുള്ള ട്രേഡ് നയങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള സംഭാഷണത്തിന് വേണ്ടി അവിടെ നിന്നുള്ള റെപ്രസെന്റേറ്റീവും നമ്മുടെ ട്രേഡ് റെപ്രസെന്റേറ്റീവുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട്, അതായത് ഈ ഫെഡറൽ റിസർവിന്റെ 0.5% നിരക്ക് കുറച്ചത് നമ്മുടെ ട്രേഡ് എഗ്രിമെന്റിനേക്ക് സഹായിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് തന്നെ വരും നമ്മുടെ ഈ പറയപ്പെട്ട GST റീസ്ട്രക്ചറിങ്. അങ്ങനെ അവിടെ നിന്നുള്ള ഒരു കാറ്റലിസ്റ്റും ഇവിടെ നിന്നുള്ള ഒരു കാറ്റലിസ്റ്റും കൂടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ഒരു സമവായത്തിലെത്തും ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.